ഹലോ, നമ്മുടെ നാട്ടിൽ തക്കാളി ഭയങ്കര വിലക്കുറവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമുക്ക് പിന്നീട് ഫ്യൂച്ചർ മീൻസ് ഒരുപാട് കാലമൊന്നും ഇരിക്കില്ല കേട്ടോ. ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ വർഷങ്ങൾ ഇരിക്കുന്നൊന്നും വിചാരിക്കരുത്. പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ തക്കാളി നമുക്കൊരു പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്കെല്ലാം ഇടാൻ പറ്റും. ചിക്കനും ഫിഷും തോരനൊക്കെ വെക്കുമ്പോഴൊക്കെ തക്കാളി വേണ്ട കറിക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തക്കാളി കുഞ്ഞുകുഞ്ഞാക്കി ഇതേപോലെ അരിയുക, അതൊരു പാനിലോട്ട് ഇടുക, കുറച്ച് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വറ്റിക്കുക. തക്കാളിയുടെ വെള്ളം പൂർണ്ണമായിട്ട് പോകണം. പൂർണ്ണമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഫുള്ളായിട്ട് പോയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേടിൽ കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒരു റോസ്റ്റ് പരുവാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കുമ്പോൾ തക്കാളി എടുത്ത് കട്ട് ചെയ്തൊന്നും അരിയുന്നുണ്ട്. ഒരു സ്പൂൺ എടുത്ത്, അതും വെള്ളം നനവില്ലാത്തൊരു സ്പൂൺ ആയിരിക്കണം കേട്ടോ. ഈർപ്പമില്ലാത്തൊരു സ്പൂൺ എടുത്ത് ഒരു കറിക്ക് വേണ്ടി നമുക്ക് 1-2 സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പ വഴിയാണ്. അപ്പോൾ ഇതേപോലെ തക്കാളി കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ, ടേക്ക് കെയർ. ഇതുണ്ടാവും ഇതേപോലെ പേസ്റ്റായിട്ട് കിട്ടും. ആ ഒരു പേസ്റ്റ് കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം.